കൂടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. കരിയോലടിച്ച് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ആട്ടിനെ കൂട്ടിൽ കയറ്റിയത്. ഞാൻ ഉണ്ടാക്കിയ കൂട്ടിലേക്ക് ആടുകൾക്ക് കയറുവാൻ വലിയ പാടായിരുന്നു. 10-15 ദിവസം നല്ലതുപോലെ കരിയോല ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ആട്ടിനെ ആട്ടിൻകൂട്ടിൽ കയറ്റിയത്. ചിതലെടുക്കാതിരിക്കാനും കേടുവരാതിരിക്കാനുമാണ് ഞാൻ കരിയോലടിച്ചത്. എൻ്റെ മകനെക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആട്ടിനെ കൂട്ടിൽ കയറ്റുന്നത് തുടക്കം അവന് തന്നെ ആയിക്കോട്ടെ. ആടുകൾക്ക് കൂട്ടിൽ കയറാൻ വലിയ പാടായിരുന്നു. ഒരു പരുവത്തിന് മുട്ടനെ ആദ്യം കൂട്ടിലോട്ട് കയറ്റി. പിന്നെ ബാക്കിയുള്ള ആട്ടിനെയും കൂട്ടിലേക്ക് കയറ്റി. കുറച്ച് ദിവസം പാടായിരിക്കും പുതിയ കൂട്ടിലേക്ക് ആടുകൾ പരിചയപ്പെട്ടു വരാൻ. അത് കഴിഞ്ഞാൽ മാറിക്കോളും. എല്ലാത്തിനെയും കൂട്ടിൽ കയറ്റി. മകൻ്റെ കളിക്കൂട്ടുകാരനാണ് മുട്ടൻ ആട്. അവനുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. പുൽത്തൊട്ടിയിൽ ഇലകൾ ഇട്ടു കൊടുത്തു. തിന്നാനും കുറച്ച് പാടായിരുന്നു. ഇലകൾ ആദ്യം കെട്ടിത്തൂക്കിയാണ് കൊടുത്തത്. പെട്ടെന്ന് ഇലകൾ പുൽത്തൊട്ടിയിൽ ഇട്ടുകൊടുത്തപ്പോൾ തിന്നാൻ പാടായിരുന്നു. അത് പിന്നെ പതിയെ പതിയെ മാറിക്കോളും. ഇത്രയും താമസിച്ചത് കരിയോൽ ഉണങ്ങാൻ വേണ്ടിയായിരുന്നു. അതാണ് ഇത്രയും താമസിച്ചത് ആട്ടിനെ കൂട്ടിൽ കയറ്റാൻ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആട് കൂട്ടിൽ സെറ്റാവും. പിന്നെ എല്ലാം പഴയതുപോലെ. ആദ്യം ഒരു ആടേ ഉണ്ടായിരുന്നുള്ളൂ. പയ്യെ പയ്യെ ആടിനെ കൂട്ടിക്കൊണ്ട് വരണം.